നമസ്കാരം, TJ വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഒരു വണ്ടിയുടെ മൈലേജ് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ കാർബറേറ്റർ ട്യൂൺ ചെയ്യുമ്പോൾ, അപ്പോൾ നമ്മൾ മുമ്പേ ഉള്ളവരൊക്കെ കാർബറേറ്റർ ട്യൂൺ ചെയ്യുന്നത് വെച്ചാൽ ഒരു നിശ്ചിത ഇതിൽ റേസിംഗ് വെച്ചിട്ട് എയർ സ്ക്രൂ ഓപ്പൺ ആക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റേസിംഗ് ഉള്ളൊരു പോയിന്റിലാണ് സാധനം വെക്കുന്നത്. പക്ഷേ അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ ചെവിയും എഞ്ചിൻ്റെ വർക്കിങ്ങും തമ്മിലുള്ള ഒരു അനുപാതം ക്ലിയർ ആയിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ ഏകദേശം ഒരു അനുപാതം കിട്ടത്തുള്ളൂ. നമുക്ക് ക്ലിയർ ആയിട്ടൊരു അനുപാതം കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു മീറ്റർ ഉണ്ട് നമുക്കിവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള. അപ്പോൾ അത് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ വീഡിയോയ്ക്ക് നമ്മൾ 100 മില്ലി എണ്ണ എടുത്തിട്ട് ഡിസ്കവർ ഓടിച്ച് അതിനത്ര മൈലേജ് കിട്ടുമെന്ന് കാണിക്കുന്നുണ്ട്. വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ കാർബറേറ്റർ ട്യൂൺ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ടാക്കോമീറ്റർ എന്ന് പറഞ്ഞൊരു മീറ്ററുണ്ട്. അപ്പോൾ ഈ മീറ്ററാണ് ഞാൻ ആദ്യം പരിചയപ്പെടുന്നത്. അപ്പോൾ ഇത് ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു മീറ്റർ. പക്ഷേ നല്ല വിലയുണ്ട്. ഇതിന് 18,000 രൂപ വിലയുണ്ട്. ഇത്രയും കുഞ്ഞൊരു സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനൊരു ചെറിയ അറ്റത്തൊരു ക്ലിപ്പുണ്ട്. ഈ ക്ലിപ്പ് നമുക്ക് പ്ലഗിൻ്റെ എവിടെയെങ്കിലും വണ്ടിയിൽ ഒന്ന് കണക്ട് ചെയ്യുക, വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ എത്ര RPM-ലാണ് ഈ എൻജിൻ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് ഓൾറെഡി മനസ്സിലാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി. അപ്പോൾ ഈ വണ്ടി ഇപ്പം 1120-30 അങ്ങനെ ആ റേഷ്യോയിലാണ് ഇപ്പോൾ ഈ RPM വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ആക്സിലേറ്റർ കൂടുന്നതനുസരിച്ച് ഇതിനകത്ത് റേഷ്യോ കൂടി വരും. ഇപ്പം 6000-5500 RPM-ലാണ് ഈ വണ്ടി പോകുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു 4000 RPM-ൽ സെറ്റാക്കിയിട്ട് എയർ സ്ക്രൂ ഓപ്പൺ ആക്കുമ്പോൾ എയർ സ്ക്രൂ ഓപ്പൺ ആക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റേസിംഗ് ഉള്ള പോയിൻ്റ് ഏതാണോ ആ പോയിന്റിൽ വെക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന വണ്ടിക്ക്. അപ്പോൾ അത് നമുക്കെന്ന് പറഞ്ഞാൽ ചെവിയും കൊണ്ട് ഒരിക്കലും ക്ലിയർ ആവില്ല. മീറ്ററിൽ വെച്ചിട്ട് ഡിജിറ്റലായിട്ടുള്ള മീറ്റർ വെച്ചിട്ട് നമ്മൾ അത് ക്ലിയർ ആക്കുമ്പോൾ നമുക്ക് അതിനുള്ള കൃത്യമായിട്ടുള്ള അനുപാതം നമുക്ക് കിട്ടും. അതാണ് നമ്മൾ ഷോറൂമിൽ വണ്ടി കൊണ്ടുവരണം ഈ എക്യുപ്മെൻറ്റ് വെച്ചിട്ട് സർവീസ് ചെയ്യുമ്പോഴുള്ള ഗുണങ്ങൾ. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. ഇത് നമ്മൾ മൈലേജ് ടെസ്റ്റ് ചെയ്യുന്ന ബോട്ടിലാണ്. അപ്പോൾ ഇതിനകത്തുണ്ട് എത്ര മില്ലിയാണെന്നുള്ളതിൻ്റെ. ഇപ്പോൾ 50 മില്ലി, 100 മില്ലി, 150 മില്ലി, 200 മില്ലി. അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിക്കകത്തുള്ള നിലവിലുള്ള എണ്ണ മൊത്തം സ്റ്റാർട്ടിങ് വെച്ചിട്ട് അങ്ങ് തീർക്കും, പെട്രോൾ ഓഫാക്കി വെച്ചിട്ട്. എന്നിട്ട് ഇതിനകത്തേക്ക് 100 മില്ലി എണ്ണ എടുത്തിട്ട് ഡയറക്റ്റ് കാർബറേറ്ററിൽ കൊടുത്തിട്ട് ഓടിച്ച് നോക്കിയിട്ടാണ് നമ്മൾ മൈലേജ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് എനിക്കൊരു 8-9 കസ്റ്റമർ വന്നു. മൈലേജ് ഷോട്ട് എന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ പറഞ്ഞ് 60 കിലോമീറ്റർ കിട്ടുന്നുള്ളൂ, 65 കിട്ടുന്നുള്ളൂ, 70 കിട്ടുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കസ്റ്റമർ വന്നായിരുന്നു. പക്ഷേ എങ്കിൽ ഈ വന്ന കസ്റ്റമർ ഒറ്റയാളും നമ്മുടെ ഷോറൂമിൽ സർവീസ് ചെയ്യുന്ന കസ്റ്റമറല്ല, അവർ ഔട്ട്സൈഡ് സർവീസ് ചെയ്യുന്ന കസ്റ്റമറാണ്. ഇതിനകത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് 2 കസ്റ്റമർ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വീഡിയോ എടുക്കണ്ടേ, നാറ്റിക്കല്ലെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഇവരുടെ വണ്ടിക്കകത്ത് എയർ ഫിൽറ്റർ പോലും ഇല്ല. എയർ ഫിൽറ്റർ പൊടിഞ്ഞിട്ട് പീസായിരുന്നു. എയർ ഫിൽറ്റർ, പ്ലഗ്, നമ്മുടെ ഫ്യൂൽ ഇഞ്ചക്ടറിൻ്റെ മൈലേജിന് അനുബന്ധമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ക്ലീൻ ചെയ്തിട്ട് 100 മില്ലി എണ്ണ എടുത്തിട്ട് 75-80 കിലോമീറ്റർ ഓടിച്ച് കസ്റ്റമറെ കാണിച്ച് തൃപ്തിപ്പെടുത്തിയിട്ടാണ് നമ്മൾ വിട്ടത്. അപ്പോൾ മൈലേജ് ഷോർട്ടായിട്ട് പറഞ്ഞ ടീമിനെ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഷോറൂമിൽ പേരാവൂർ ബജാജിൻ്റെ സർവീസ് സെൻറ്ററിൽ അപ്പോൾ നമ്മൾ മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ നേരത്ത് ഫസ്റ്റിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെട്രോൾ ടാങ്കിൽ നിന്നുള്ള കണക്ഷൻ അങ്ങ് ഊരണം. പെട്രോൾ ടാങ്കിൽ നിന്നുള്ള കണക്ഷൻ ഊരിയിട്ടിട്ട് നമ്മൾ വണ്ടി ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ അങ്ങ് വെക്കുക. എന്ന് വെച്ചാൽ അങ്ങനെ സ്റ്റാർട്ടിങ് വെക്കുന്നതിൻ്റെ കാരണം ഈ നിലവിൽ ഇതിനകത്ത് കാർബറേറ്ററിനകത്തുള്ള എണ്ണ തീരാൻ വേണ്ടിയിലാണ് അങ്ങനെ സ്റ്റാർട്ടിങ് വെക്കുന്ന വണ്ടി. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കൃത്യം ഒരു 100 മില്ലി എണ്ണ എടുക്കുക. നമ്മൾ കൃത്യം ഇതിനകത്ത് 50-100 മില്ലി എണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ 100 മില്ലി എണ്ണയ്ക്ക് നമ്മൾ എത്ര ഓടി എന്നാണ് നമ്മളിനി കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ്ട്രാ നമ്മൾ കാർബറേറ്ററിലേക്ക് ഒരു കോറിൽ കൊടുത്തിട്ട് അപ്പോൾ നമ്മളിങ്ങനെ ഇത് കണക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇത് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഓൺ ആക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേ കൂടെ പെട്രോൾ താഴോട്ടേക്ക് ഇറങ്ങും. പോകുന്നു കണ്ടോ, ഇങ്ങനെ പെട്രോൾ ഇറങ്ങി കാർബറേറ്ററിനകത്ത് കയറും. എണ്ണ ഫില്ലാക്കി വണ്ടിക്കകത്തേക്ക് കാർബറേറ്ററിനകത്ത് എണ്ണ കയറി
ഇനി നമ്മൾ ജസ്റ്റ് ഇപ്പോൾ 6256 കിലോമീറ്ററാണ്. 56.0 തന്നെ ഒന്നാൻ പോകുന്നു. അപ്പോൾ നമ്മൾ ഇതും കൊണ്ട് ഈ 100 മില്ലി എണ്ണയും കൊണ്ട് എത്ര ഓടുന്നതാണ് ഇനി നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇറക്കുമ്പോൾ ഞാൻ ആക്സിലേറ്ററിൽ നിന്ന് കൈ തീർത്തങ്ങ് വിട്ടായിരുന്നു, ആക്സിലേറ്റർ ഒഴിവാക്കിയായിരുന്നു. അപ്പോൾ നമ്മൾ കയറ്റം കയറുമ്പോൾ നമ്മൾ ചെറുതായിട്ട് ആക്സിലേറ്റർ കൊടുക്കുക. ഞാനിപ്പോൾ ആക്സിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മൈലേജ് കിട്ടണമെങ്കിൽ നമ്മൾ ഓവറായിട്ട് ആക്സിലേറ്റർ കൊടുക്കില്ലേ. എപ്പോഴും നമ്മൾ ഒരു നോർമൽ കണ്ടീഷനിൽ ഒരു 40-45 കിലോമീറ്റർ സ്പീഡിൽ അങ്ങനെ വണ്ടി ഓടിച്ച് കഴിയുമ്പോഴേ നമുക്ക് ഈ മാക്സിമം മൈലേജ് കിട്ടുള്ളൂ. ഇപ്പോൾ നമുക്ക് വണ്ടി ഇപ്പോൾ ഓടി കഴിഞ്ഞിട്ട് ഇപ്പം ഏകദേശം ഇനി ഒരു 10-30 മില്ലി എണ്ണയും കൂടി ഉണ്ട്. നമുക്ക് ഈ വണ്ടിക്ക് ഏകദേശം 80 കിലോമീറ്റർ അടുത്ത് ഓടും വണ്ടി. അപ്പം 100 cc ഇത് 15 വർഷം പഴക്കമുള്ള ഒരു ഡിസ്കവറിനാണ് ഇത്രയും മൈലേജ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഓടിക്കുന്നതിലുണ്ട് മൈലേജ് കുറേയുണ്ട്. അപ്പോൾ ഞാൻ നിർത്തിയിട്ടിട്ട് സൗണ്ട് ക്ലിയർ ആവില്ല. അപ്പോൾ ഞാൻ നിർത്തിയിട്ട് ബാക്കി പറയാം. നമ്മൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ റിട്ടേൺ ആക്കി വണ്ടി. റിട്ടേൺ ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം പോയതിൻ്റെ ഏകദേശം ഒരു പകുതി ദൂരമായപ്പോൾ നമ്മൾ റിട്ടേൺ ആക്കി. ഇനി കുപ്പിക്കകത്ത് എണ്ണ തീർന്നു. ഇനി ആ ട്യൂബിനകത്തുള്ള എണ്ണയും കൂടെ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം 7 കിലോമീറ്റർ അടുത്ത് ഓടി. ഇനി ഒരു 1 കിലോമീറ്റർ കൂടെ ഓടാനുള്ള എണ്ണ ആ ട്യൂബിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഓഫായി കഴിഞ്ഞിട്ട് ബാക്കി ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം. ഇങ്ങനെ കുത്തി കുത്തി ഒരു 100-200 മീറ്റർ കൂടെ ഓടും വണ്ടി. ഇപ്പോൾ ഏകദേശം 83.5 കിലോമീറ്ററിന് 63. അപ്പോൾ നമുക്കിപ്പോൾ 8 കിലോമീറ്റർ 8.5 കിലോമീറ്റർ അടുത്ത് ഓടി 100 മില്ലി എണ്ണയ്ക്ക്. അപ്പോൾ
അത് കുത്തി കുത്തി നിൽക്കുന്നുണ്ട്. ആക്സിലേറ്റർ ഫുള്ള് ഇപ്പം കൊടുത്തേക്കുവാണ് ത്രോട്ടിൽ. എന്ന് വെച്ചാൽ വണ്ടി എവിടം വരെ പോകും ഈ കുത്തി കുത്തി എന്നറിയാൻ വേണ്ടിയിട്ട്. ചെറിയ കയറ്റം കൂടെ നിരപ്പാണെങ്കിൽ കുറച്ചും കൂടെ അങ്ങ് ഓടിയാനേ. ഏകദേശം 9 കിലോമീറ്ററിനടുത്താണ് വണ്ടി ഓടിയത്. ഇപ്പം ഓഫായി. അപ്പം 64 9 കിലോമീറ്റർ. അപ്പൊ നമ്മൾ മൈലേജ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം 9 കിലോമീറ്റർ 90 കിലോമീറ്റർ അടുത്ത് ഓടി 85 കിലോമീറ്റർ 100% കസ്റ്റമർക്ക് മൈലേജ് കിട്ടും. അപ്പൊ നമ്മൾ ഇതെങ്ങനെ ഓടിക്കണം എന്നതിനെ പറ്റി ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇപ്പൊ ചിലരൊക്കെ ഓടിക്കുമ്പോൾ നമ്മളിപ്പോ മൈലേജ്, ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ മൈലേജ് ടെസ്റ്റ് ചെയ്ത് കസ്റ്റമർ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഞാൻ ഫുൾ ത്രോട്ടിൽ കൊടുത്തിട്ടാണ് വണ്ടി ഓരോ ഗിയർ മാറ്റുമ്പോഴും ഇങ്ങനെ റേസ് ആക്കുന്നത്. അങ്ങനെ ഞാനിപ്പോ കസ്റ്റമർ ഞാൻ വണ്ടി ഓടിച്ചപ്പോ 85 കിലോമീറ്റർ കിട്ടിയ വണ്ടി കസ്റ്റമർ ഓടിച്ചപ്പോ 60 കിലോമീറ്റർ കിട്ടുന്നുള്ളൂ. അപ്പൊ ഞാൻ കസ്റ്റമറോട് പറഞ്ഞു ഇങ്ങനെയല്ല വണ്ടി ഓടിക്കുന്നത്, ഇങ്ങനെ ഒരു കണ്ടീഷനിൽ ഓടിക്കാനായിട്ട്. തിരിച്ച് ഞാൻ കസ്റ്റമർ എടുത്ത് 100 മില്ലി എടുത്ത് ഓടിച്ച് പുള്ളിക്കാൻ 80 കിലോമീറ്റർ വരെ പോയി. അപ്പൊ ഇത് ഓടിക്കുന്നതിലുണ്ട് കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ വണ്ടിനെ പറ്റി ഡീറ്റെയിൽസ് ചെയ്യാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം മനസ്സിലാകുന്ന വിധത്തിൽ. നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ആക്കുമ്പോൾ വണ്ടി എപ്പോഴും വിത്തൗട്ട് ആക്സിലേറ്ററിൽ സ്റ്റാർട്ട് ആക്കാവുള്ളൂ. സ്ലോ വർക്കിംഗ് ഒരു 1100 1200 ആ ലെവലില് സ്ലോ വർക്കിംഗ് വെച്ചാൽ മതി. പക്ഷെങ്കിൽ അത് കുറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം വന്നില്ല. നമുക്ക് എഞ്ചിനകത്ത് മുകളിലേക്ക് 1100 1200 RPM മുകളിലേക്ക് എഞ്ചിൻ ഓയിൽ കയറുന്നു സർക്കിളെ. അപ്പം ഈ കുറഞ്ഞു വെക്കുന്ന വണ്ടിക്ക് ഓയിൽ സർക്കുലേഷൻ മുകളിലേക്ക് കയറാതെ തേയ്മാനം കൂടുതൽ വരാം, സാധാ കൂടുതൽ. ചിലർക്ക് ഓഫ് ആവുന്ന കണ്ടിട്ടില്ല സ്ലോ വർക്കിംഗ് വെക്കും. അങ്ങനെ ഒരിക്കലും വെക്കാൻ പറ്റില്ല. 1100 1500 വരെ വെക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ 1100 1200 RPM വണ്ടി വെക്കാവുള്ളൂ. പിന്നെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മളിപ്പോ ആക്സിലേറ്ററിൽ കൈ പിടിക്കുമല്ലോ, ഒരു ജസ്റ്റ് ഒരു 2500 RPM ആ ലെവല് ഒരു അതിൽ കൂടുതൽ ചിലതൊക്കെ 4000 4500 RPM മേലെ വണ്ടി കയറ്റി ഓടിക്കും. അപ്പൊ എന്ന് വെച്ചാൽ ഒരു 60 70 കിലോമീറ്റർ സ്പീഡിൽ അങ്ങനെ പോവാതെ നമ്മളിപ്പം ഇതിന് ഒരു 35 45 ഇടയ്ക്ക് ഒരു ചെറിയ റേസിംഗില് വണ്ടി കൊടുക്കുക. ആക്സിലേറ്ററിൽ നമ്മൾ ഇറക്കത്തിൽ നിന്ന് ആക്സിലേറ്ററിന് കാലെടുക്കുക, കൈ എടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഗിയർ മാറ്റാൻ നേരത്തും ആക്സിലേറ്ററിൽ നിന്ന് കൈ എടുക്കുക. ക്ലച്ചിൽ അധികം സപ്പോർട്ട് കൊടുക്കാതെ, ബ്രേക്കിലും കാല് വെക്കാതെ. ഫ്രണ്ട് ബ്രേക്കിൽ കൈ വെച്ച് ഓടുന്നവരുണ്ട്. ഫ്രണ്ട് ബ്രേക്കിലും ബ്രേക്കിലും കാലും കൈയും വെക്കാതെ, ക്ലച്ച് സപ്പോർട്ട് ചെയ്യാതെ, ഗിയർ മാറ്റുമ്പോൾ മാത്രം ക്ലച്ച് ഉപയോഗിച്ച് നമ്മൾ വണ്ടി ഓടിക്കുവാണെങ്കിൽ നമുക്ക് മാക്സിമം മൈലേജ് കിട്ടും. അപ്പൊ ഞാനിപ്പോ 2 കസ്റ്റമർക്ക് പറഞ്ഞു കൊടുത്തു. 2 കസ്റ്റമർക്ക് റിട്ടേൺ ഓടിക്കുമ്പോൾ മൈലേജ് കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മൾ മെയിൻ ആയിട്ട് വണ്ടി ഓടിക്കുമ്പോൾ മൈലേജ് കൂടാൻ വേണ്ടി ശ്രദ്ധിക്കുന്നത്. അപ്പൊ നമ്മള് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പൊ കഴിഞ്ഞ് പിടിക്കുന്ന കുറെ കമന്റ് വന്നു. 2 കസ്റ്റമർ അല്ലെ കൂടുതലുള്ളത് എന്റെ നമ്പർ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിക്കാം. അപ്പം 2 മണിക്ക് 4 മണിക്ക് ഇടയ്ക്ക് വിളിച്ചാൽ കിട്ടില്ല, ബാക്കി ഏത് സമയത്തും വിളിച്ചാൽ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് പരമാവധി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചോ, ലൈക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചോ. പിന്നെ കമന്റും ചെയ്തോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.